വന്നു, വിഷയം പറഞ്ഞു. മുത്തബിഹേ ഇതൊന്നും പറയാൻ പാടില്ലെന്നല്ല, ചിരിച്ചു കേട്ടു. മകളോട് പറഞ്ഞു കൊടുത്തു, ഇനി എളാമയെ കാണുമ്പോൾ ചോദിക്കണം, ഒരു പെണ്ണിനെയും അന്യ പെണ്ണിനെ കാണുന്നതിന്റെ മുമ്പ്, അന്യ പെണ്ണിനെ തൊടുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പായുടെ ഫ്രഷ്നസ്, ഉപ്പായുടെ കന്യകത്വം കിട്ടിയത് ആർക്കാണ്? എന്റെ ഉമ്മക്കല്ലേ. അത് ലോകത്താർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഉപ്പായുടെ ഫ്രഷ്നസ് ആണോ വലുത്? അല്ല, എളാമയുടെ ഫ്രഷ്നസ് ആണോ? തമാശ രൂപത്തിൽ ഇങ്ങനെ കുട്ടികളുമായി സംവദിക്കാൻ, കുട്ടികളുമായി എല്ലാ വിഷയത്തിനും സമയം കണ്ടെത്തണം എന്ന് മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരോട് ഇന്ന് നേരിടുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഇവിടെ ജനറേറ്റ് കുറയുന്നു എന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 7 നമ്മുടെ ധനകാര്യ മന്ത്രി ബജറ്റ് അവതരിപ്പിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. 2024 പിറന്ന കുഞ്ഞുങ്ങൾ 3,35,000 ആണെങ്കിൽ 10 കൊല്ലം മുമ്പ് പിറന്നിരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 5,50,000-ത്തോളമായി 2 ലക്ഷം കുഞ്ഞുങ്ങളാണ് കേരളത്തിൽ ഈ 10 വർഷം കൊണ്ട് പിറന്നത്. അതുപോലെ തന്നെ എന്നാൽ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി കർശനമായ നിയമം കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ? മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ചോദിച്ചില്ലേ, ആർക്കാണ് ഈ എയർപോർട്ട് ഉണ്ടാക്കുന്നത്, ആർക്കാണ് ഈ പാലങ്ങൾ ഉണ്ടാക്കുന്നത്, ആർക്കാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നത്? ഇവിടത്തെ സഹോദരൻ ചില കാര്യങ്ങൾ ജപ്പാന്റെയും ചൈനയുടെയും റഷ്യന്റെയും സൗത്ത് കൊറിയയുടെയും ഒക്കെ പാഠം പഠിക്കേണ്ടതുണ്ട്. നമുക്കൊന്ന് എന്ന് കേൾക്കാൻ വളരെ രസകരമാണ്, വളരെ സന്തോഷകരമാണ്. അതിലുള്ള അർത്ഥശൂന്യത നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ 145 കോടി ജനങ്ങൾ ഇന്നുണ്ട്. ലോകത്തെ നമ്പർ 1 പോപ്പുലേഷൻ ഇന്ത്യയായി മാറിയത് എന്തുകൊണ്ട്? ചൈനയേക്കാൾ കഴിഞ്ഞ വർഷം വരെയും ലോകത്ത് നമ്പർ 1 പോപ്പുലേഷൻ ചൈനയായിരുന്നു. 10 കൊല്ലം മുമ്പ് അതിനേക്കാൾ എത്രയോ മേലെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചൈനയിൽ കുറഞ്ഞത് ഇന്ത്യയിൽ ജനം കൂടിയത് കൊണ്ടല്ല, മറിച്ച് ചൈനയിൽ പോപ്പുലേഷൻ കുറഞ്ഞത് കൊണ്ടാണ്. ഞാനത് പലപ്പോഴും പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇന്ത്യയിൽ 145 ജനങ്ങളാണുള്ളത്. അവർ നമുക്കൊന്ന് തീരുമാനിച്ചാൽ ഈ 145 കോടി ഒരു വ്യക്തിക്ക് ഒരു കുട്ടി ഉണ്ടാകൂലല്ലോ, ഒരു ജോഡി വരേണ്ടതില്ലേ? അപ്പോ കുടുംബങ്ങൾ എത്രയാണ്? 75 കോടിയാണ്. അല്ല 70 കോടിയാണ്. എല്ലാവരും കല്യാണം കഴിക്കണമെന്നില്ല, എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ 145 കോടി ജനങ്ങൾ ഇവിടെ കുറ്റം തീർത്താൽ ഒരു 60 കോടി ജോഡിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോ 60 ജോഡികൾക്ക് നമുക്കൊന്ന് എന്ന് പറഞ്ഞാൽ ഈ തലമുറ കഴിഞ്ഞാൽ ഇവിടെ പിറക്കാനിരിക്കുന്ന 60 കോടിയായി മാറി. ആ 60 കോടി പിന്നെ അടുത്ത തലമുറ കഴിയുമ്പോ അത് 30 കോടി ജോഡിയാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടാകുമല്ലോ. 145 കോടി ഓരോ ആണിനും ഒരു കുട്ടിയെന്നല്ല, ഒരു പെണ്ണിനൊരു കുട്ടിയെന്നല്ല, ഒരു കുടുംബത്തിനാണ് ഒന്ന്. അപ്പൊ ഒരു കുടുംബത്തിന് 145 കോടി ജനങ്ങൾക്ക് നമുക്കൊന്ന് എന്ന് പറഞ്ഞാൽ അതേ 60 കോടി ജനങ്ങള് അല്ലെങ്കിൽ 65 കോടി ജനങ്ങളാണുള്ളത്. 65 കോടി ജോഡിയാണുള്ളത്, 65 കോടിയാണുള്ളത്. അവർക്ക് പിറക്കുന്ന കുഞ്ഞുങ്ങൾ 65 കോടിയായി മാറി. അത് അടുത്ത തലമുറ കഴിയുമ്പോൾ അത് 30 കോടിയായി മാറി. 3-4 തലമുറ കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കാനുള്ളത് എന്ത്? അവിടെയാണ് ഇവിടെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല. അവിടെയാണ് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചത്, അടുത്ത ലോക്കൽ ഇലക്ഷൻ ആകുമ്പോൾ 2-ൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിലേ ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റൂ എന്ന് തീരുമാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രഖ്യാപിച്ചത്. ഇവിടെ മുസ്ലിം സമൂഹത്തിലും കുട്ടികൾ കുറഞ്ഞു വരുന്ന ഭവിഷ്യത്തുണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതോടുകൂടെ തന്നെ ഉണർത്താൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ, വിദേശ പ്രചരണങ്ങൾ. സോഷ്യൽ മീഡിയ ധാരാളം ഉപകാരം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വിദേശ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചു പോകരുത്. ആരെയും തെറ്റി നിൽക്കുന്ന 2 ആളുകളെ നന്നാക്കാൻ കളവ് വരെ പറയാമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെ എന്തെങ്കിലും ന്യൂനത കാണുമ്പോൾ സോഷ്യൽ മീഡിയയിലിട്ട് അതവരെ വഷളാക്കി, അവരെ ഒറ്റപ്പെടുത്തി, ആ മുറിവ് ചെറിയ ഒരു പോറല് വലിയ മുറിയാക്കി അത് വലിയ കലഹങ്ങളാക്കി മാറ്റരുത് എന്ന് ഞാൻ ഉണർത്തിക്കൊണ്ട് 27-ാം രാവ് ഇൻഷാ അല്ലാഹ് അവസാനിക്കലോടുകൂടെ റമദാൻ അവസാനിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം മനസ്സിലാക്കണം, അൽ അഅ്മാലു ബിൽ ഖവാതിം. ഒരു മുഅ്മിനായ മനുഷ്യൻ
ഒരു മനുഷ്യൻ ജീവിച്ചു, ജീവിതമാസകലം 90-100 കൊല്ലം ജീവിച്ചു. വളരെ മോശങ്ങൾ, കുറ്റങ്ങളാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചാണ് മരിച്ചതെങ്കിൽ തീർച്ചയായും മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, അവൻ നരകം കാണാതെ സ്വർഗത്തിൽ കടന്നു. ഇന്നെല്ലാവരും തൗബ ചെയ്ത് നാളെ സുബഹിക്കില്ല, ജുമഅക്ക് നേരം പിടികി വരുന്നു, മറ്റന്നാളെ ഇല്ല. ഇവിടെ എന്റെയും നിങ്ങളുടെയും തൗബ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. അല്ലാഹുവിനോട് അല്ലാഹുമ്മ കഫുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി ഇന്നത്തെ രാവ് കഴിഞ്ഞാൽ അത് നല്ലോണം പറയുക. ഇൻഷാ അല്ലാഹ് മിക്കവാറും വലിയ ശനിയാഴ്ച 29-ാം രാവാണ്. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കപ്പെടേണ്ട രാവാണ്. പല പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. റമദാൻ 1 അഭിപ്രായപ്പെടുന്നവരുണ്ട്. 21-ാം ലൈലത്തുൽ ഖദർ സൂറത്ത് 5 ആയത്തുകളാണ്, അഥവാ 5 ഒറ്റ രാവാണുള്ളത്. 21-ാം രാവ്, 23-ാം രാവ്, 25-ാം രാവ്, 27-ാം രാവ്, 29-ാം രാവ്, ഈ എല്ലാ രാവുകളും അതിൽ കൂടുതൽ സാധ്യത 27-ാം രാവാണ്. അതിൽ ധാരാളം സൂചനകൾ സൂറത്തുൽ ഖദറിൽ തന്നെ കാണാൻ പറ്റും. ലൈലത്തുൽ ഖദർ എന്നത് 9 അക്ഷരങ്ങളാണ്. 9 × 3 27 എന്ന്. ഇനി ഖദർ എന്ന പദം 5-ാമത്തെ വേർഡ്, 10-ാമത്തെ വേർഡ്, 12-ാമത്തെ വേർഡ്, 12-ഉം 10-ഉം 22, 22-ഉം 5-ഉം 27. ഇനി 3-ാമതായി കാണാം സലാമുൻ ഹിയ എന്നത് ലൈലത്തുൽ ഖദർ 30 വേർഡാണ്. അതിൽ 27-ാമത്തെ വേർഡാണ് ഹിയ എന്ന അപരനാമം. ഇതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഖുർആൻ ധാരാളം സൂചനകൾ നൽകുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഒരു പ്രതിജ്ഞ എടുക്കുക, നമുക്ക് തൗബ ചെയ്ത് റബ്ബേ ഞാൻ ദോഷം ചെയ്യുകയില്ല, റബ്ബേ ഞാൻ ഈ വജ്രം, നേരത്തെ പറഞ്ഞ കരിക്കട്ട വജ്രമായി മാറുന്ന പോലെ, ഈ മദ്യക്കുപ്പി സുർക്കയായി മാറുന്ന പോലെ ഇവിടെ വെച്ച് നമുക്ക് നന്നാവണം, അല്ലാഹുവിന്റെ മുമ്പിൽ കൈമലർത്തി നന്നാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് തൗബയിലേക്ക് കടക്കാം. അർഹമുർ റഹീമായ അല്ലാഹ് ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്. തൗബക്ക് 4 മര്യാദകളാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി പഠിപ്പിക്കുന്നത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തരാവുക, അഥവാ പിടിച്ചുപറിച്ച പേന കീശയിലിട്ടുകൊണ്ട്, ഇഷ്ടമില്ലാത്ത തൊപ്പി തലയിലിട്ടുകൊണ്ട്, ലോട്ടറി ടിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് വഖഫ്, ഈ ഗ്രൗണ്ടിനോട് തൊട്ടു ചേർന്നുകൊണ്ട് അടുത്ത വഖഫ്, ഈ ഗ്രൗണ്ടിനോട് തൊട്ടു ചേർന്നുകൊണ്ട് അടുത്ത കാലത്തും സലാത്ത് നഗറിന്റെ ഗ്രൗണ്ടിനോട് ചേർന്നുകൊണ്ട് ആരോടും 5 കാശ് ചോദിച്ചിട്ടില്ല. ഒരു 10-15 കൊല്ലത്തിനുള്ളിൽ ആരോടും ചോദിച്ചിട്ടില്ല. എന്നാൽ ആ മെയിൻ ഗേറ്റിന്റെ തൊട്ടടുത്ത് റോഡിന്റെ അപ്പുറത്ത് അവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്ന ആ വിശാലമായ ഗ്രൗണ്ട്, അൽഹംദുലില്ലാ ഒരിക്കലും മഅദിന് കിട്ടുമെന്ന് മഅദിൻ ധരിച്ചതായിരുന്നില്ല. അല്ലാഹ് മഹാത്ഭുതമാണ്. അത് മഅദിൻ കച്ചവടം ചെയ്ത സന്തോഷ വാർത്ത അറിയിക്കുന്നു. സെന്റിന് 18.5 ലക്ഷം രൂപയാണ് വിലെന്ന് മനസ്സിലാക്കണം. അതിലേക്ക് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നില്ല. അതിലേക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു പോയിന്റിന് 4500 രൂപ നൽകാൻ പറ്റാവുന്നവരുണ്ടെങ്കിൽ അത് നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് യാസീൻ ഓതാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് നടത്തിയ മനുഷ്യാവകാശ പ്രഭാഷണം 14 പ്രമേയങ്ങളാണ്. അവസാനം പറഞ്ഞു ഫൽയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ, ഈ സന്ദേശം സദസ്സിലുള്ളവർ മൈലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്നാണ്. നിങ്ങൾക്കറിയാം 1,24,000-ൽ പരം അല്ലെങ്കിൽ 40,000 സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും കടലുണ്ടിക്കാരൻ കടലുണ്ടിലേ ഉണ്ടാകൂ, മലപ്പുറത്തുകാരൻ മലപ്പുറത്തേ ഉണ്ടാകുള്ളൂ. ഭൂമിക്ക് എത്ര വില കൂടിയാലും എന്റെ നാട്ടിൽ ഭൂമി കിട്ടണമെന്നാണ് എനിക്ക് ആഗ്രഹം. എന്റെ നാട് വിട്ടുപോകാൻ എനിക്ക് പ്രയാസമാണ്, എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായാൽ. എന്നാ സ്വഹാബാക്കളിൽ നിന്ന് 10,000 സ്വഹാബിമാർ മാത്രമാണ് ഈ സൗദിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1,30,000-ഓളം വരുന്ന സ്വഹാബത്ത് ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്കും പോകുന്ന പ്രവാസികൾ പോകുന്ന പോലെ എയറോക്രാഫ്റ്റിലല്ല, കപ്പലിലല്ല, മറിച്ച് ഭാര്യമാരെയും മക്കളെയും കൊണ്ടല്ല പോകുന്നത്. നാടും വീടും കുടുംബവും ഒഴിവാക്കിയത് ഫൽയുബല്ലിഗി ഷാഹിദു അൽ ഗായിബ എന്ന തത്വമനുസരിച്ചാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ സന്ദേശം ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ നമ്മുടെ ജിഹയാണ് സിറാജ്. അൽഹംദുലില്ലാഹ് മലപ്പുറത്തിന് സമ്പൂർണ്ണ പത്രം എഡിഷൻ എന്ന് വലിയ സ്വപ്നമാണ്. അടുത്ത മെയ് 1 മലപ്പുറം ജില്ലയിലെ മുഴുവൻ സംഘടനാ കുടുംബങ്ങളും അത് ഏറ്റെടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മരിച്ചുപോയ എല്ലാവരുടെ പേരിലും ഇൻഷാ അല്ലാഹ് യാസീൻ ഓതിക്കൊണ്ട് ദുആ ചെയ്യുക. ഇവിടെ ദുആ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ